നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മുടെ ഹൈന്ദവ സംസ്കാരം അത് മരങ്ങളായാലും മൃഗങ്ങളായാലും ഭൂമിയായാലും എല്ലാത്തിലും അതിന്റെ ദൈവീകമായിട്ടുള്ള അംശം കാണുക എന്ന് തന്നെയാണ്. നമ്മളൊക്കെ കുഞ്ഞുനാൾ മുതലായിക്കോട്ടെ, എത്ര മുതിർന്നാലും ഒക്കെ നമ്മുടെ സംസ്കാരം അതുമായി ഇഴുകിച്ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു സംസ്കാരത്തിൽ കാവുകളെയൊക്കെ നമുക്കറിയാം, വനങ്ങൾ വെച്ച് പിടിപ്പിക്കുക, കാവ് സംരക്ഷിക്കുക, കുളം ജലാശയങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം. ഇപ്പൊ നമ്മൾക്ക് ഓരോ നാളുകാരാണല്ലോ നമ്മൾ എല്ലാവരും. നമ്മൾ ജനിച്ച നാളുകാർ, ഈ നാളുകാർക്ക് ഒരു മൃഗമുണ്ട്, ആ നാളിന്റെ ഒരു വൃക്ഷമുണ്ട് എന്നുള്ളതൊക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ നാള് തൈപ്പൂയമാണ്, മകരത്തിലെ തൈപ്പൂയമാണ്. മുരുക ഭഗവാന്റെ സ്വന്തം ആള് തന്നെയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ അതല്ലെങ്കിൽ ആ നാളിന്റെ പ്രത്യേകത, ആ നാളിന്റെ മരം എന്ന് പറയുന്നത് ആൽമരമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇതൊക്കെ ഗൂഗിളിൽ തന്നെ അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങളുടെ നാള് കൊടുത്തിട്ട് ആ നാളിന്റെ മരം ഏത് എന്ന് ഗൂഗിളിനോട് ചോദിച്ചാൽ ഗൂഗിൾ പറഞ്ഞു തരും. അത്തരത്തിൽ ഞാൻ ഈ ആൽമരത്തെ കുറിച്ച് പറയുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല. ഇപ്പോ ഏകദേശം ഒരു 4 വർഷം മുൻപ് എൻ്റെ ഒരു സുഹൃത്ത്, മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് കുടുംബക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തോട് ചേർന്ന് കാവുണ്ട്. ഈ കാവിൽ വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു. ഈ ആൽമരത്തിന്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. ഏറ്റവും കൂടുതൽ ശുദ്ധമായിട്ട് വായുവിനെ, ഓക്സിജനെ ശുദ്ധീകരിക്കുന്നതും അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശുദ്ധ വായു തരുന്ന ഒരു വലിയ മരം തന്നെയാണ് ആൽമരം എന്നുള്ളത്. അതേപോലെ തന്നെയാണ് പാലമരം. നമ്മൾക്കറിയാം, ഇപ്പോ പാലയുടെ ചോട്ടിൽ കിടന്ന യക്ഷി പിടിക്കും എന്നുള്ള കഥകളൊക്കെ പണ്ട് നമ്മളെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഭയപ്പെടുത്താനൊക്കെ വേണ്ടി നമ്മുടെ ഓരോ കാരണവന്മാരും അതല്ലെങ്കിൽ അമ്മമാരൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഈ പാലമരത്തിന്റെ ചുവട്ടിൽ കിടന്നാൽ സത്യത്തിൽ ഈ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും തമ്മിലുള്ള പ്രശ്നം തന്നെയാണ് ഈ പാലമരത്തിന്റെ ചുവട്ടിൽ കിടന്നാല്. പാലമരത്തിന്റെ ചുവട്ടിൽ കിടന്നാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം കൂടുതലായിരിക്കും അവിടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോധക്ഷയമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ പ്രേതമായിട്ടും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ ചിത്രീകരിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് കഥകളിലൂടെ നമ്മൾ ഈ പ്രേത കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ ആൽമരമായാലും ഈ പാലമരമായാലും ഇതിന്റെയൊക്കെ പ്രാധാന്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ എന്റെ സുഹൃത്തിന്റെ ക്ഷേത്രത്തിലെ കുടുംബക്ഷേത്രം, അവിടെ അവർക്ക് ഈ കുടുംബത്തിന്റെ വലിയ ഒരു ആൽമരം ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തോട് അടുപ്പിച്ച് ഒരു സുപ്രഭാതത്തിൽ ഈ ആൽമരം ഉണങ്ങി തുടങ്ങി, കരിഞ്ഞ് ഓരോ ശിഖിരങ്ങളും ആദ്യം ഉണങ്ങുന്നു, പിന്നെ അത് താഴോട്ട് വീഴുന്നു. അതുപോലെ അങ്ങനെ ആ വലിയൊരു ആ ആൽമരത്തിന് ചോട്ടിൽ വലിയൊരു തിണ്ട് അതല്ലെങ്കിൽ മതിലൊക്കെ കെട്ടി അത് നമുക്ക് ഇരുന്നാൽ എത്ര സുഖമായിട്ട് ഇരുന്ന് വർത്താനൊക്കെ പറയാൻ പറ്റുമായിരുന്നു അറിയാമോ? നല്ല കുളിരും അതുപോലെ ശുദ്ധമായ ഓക്സിജനും ഒക്കെ ശ്വസിച്ചുകൊണ്ട് ആ ആൽമരം ഒരു ദിവസം ചെരിഞ്ഞു. ആന ചെരിഞ്ഞു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അത്തരത്തിൽ തന്നെ ആ മരം ചെരിഞ്ഞു, അതല്ലെങ്കിൽ ആ മരം നശിച്ചു പോയി. അത്തരത്തിൽ ഞാൻ ഈ സുഹൃത്തിന്റെ അടുത്ത് പിന്നീട് ഒരു തവണ ചെല്ലുന്ന സമയത്ത് ഈ ആൽമരം വീണ് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പൊ ഞാൻ സുഹൃത്തിനോട് ചോദിച്ചു, എന്താണ് സുഹൃത്ത് ഈ ഇതിങ്ങനെ മറിഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് പറ്റി നമ്മുടെ ആൽമരത്തിന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, അവിടെ ഒരുപാട് സാമൂഹ്യ വിരുദ്ധർ, അതല്ലെങ്കിൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ലോകത്തിന് തന്നെ ഭീഷണിയായിട്ടുള്ള ഒരു വർഗമുണ്ടല്ലോ, ഭീകരവർഗം. ആ വർഗക്കാർക്ക് ഈ ആൽമരം കാണുന്നതും ഈ കാവ് കാണുന്നതൊക്കെ വലിയ ഹറാമായിരുന്നു അത്രേ. അത് അദ്ദേഹത്തോട് തന്നെ തുറന്നു പറയായിരുന്നു, നിങ്ങൾ ഈ കുടുംബക്ഷേത്രമായിക്കോട്ടെ എന്ത് ക്ഷേത്രമായിക്കോട്ടെ അത് ഒഴിവാക്കണം, ഈ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കണം, ഇവിടെ നാഗക്കാവുണ്ട് മറ്റേ കാവുണ്ട് എന്ന് പറഞ്ഞ് നാട്ടുകാരെ പേടിപ്പിക്കരുത്, ഇതൊക്കെ നശിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു അത്രേ. അദ്ദേഹത്തിന്റെ പാരമ്പര്യമായിട്ട് പൈതൃകമായി പിന്തുടർന്നു വന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിടാൻ തയ്യാറായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, ഞാൻ പരത്തി പറയുന്നില്ല, ആ ആൽമരം നശിപ്പിച്ചത് ഏത് വിഭാഗക്കാരാണ് എന്ന് മനസ്സിലായല്ലോ. ഇതിന് ഇവർ ഉപയോഗിച്ചെന്തെന്നറിയാമോ? നമുക്കറിയാം, നമ്മൾ പഴയ കാലത്തെ കണ്ണാടിയൊക്കെ ഉണ്ടല്ലോ, മിററുകൾ. ഈ മിററിന് പിറകിലൊരു ഇതുണ്ടായിരിക്കും, എനിക്ക് തോന്നുന്നു മെർക്കുറി ആണ് അത് തോന്നുന്നു. ഈ കണ്ണാടിക്ക് പിറകിലൊരു ഒരു കാവി നിറത്തിലൊരു മെർക്കുറി ഉണ്ടായിരിക്കും. ഈ മെർക്കുറി ചുരണ്ടി എടുത്തിട്ട് ആണി കൊണ്ട് ഓട്ടയുണ്ടാക്കി ആ ഹോൾ ഉണ്ടാക്കി അതിൽ ഈ മെർക്കുറി നിറച്ചുകൊണ്ടാണ് ഈ മരത്തിന്റെ ചുറ്റുവട്ടം ഞങ്ങൾ നടന്ന് പരിശോധിച്ച ആ സമയത്താണ് ഇത് കണ്ടത്. ഈ ആണി വെച്ചിട്ട് ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിലെന്തോ ഫില്ല് ചെയ്ത് അത് ഈ ചുണ്ണാമ്പും മണ്ണൊക്കെ വെച്ചുകൊണ്ട് അടച്ചിട്ടുള്ള പാടുകളൊക്കെ കാണാൻ പറ്റി. അദ്ദേഹത്തിന് പിന്നെ നിയമപരമായിട്ട് വഴക്കിനും ഒന്നും പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും, പിന്നെ മലപ്പുറം ജില്ല പോലെയുള്ള ജില്ലയാണ്, ഇവിടെ വലിയ ഭൂരിപക്ഷം ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സമാധാന പ്രിയനായതുകൊണ്ട് അദ്ദേഹം ആ നഷ്ടങ്ങളും ആ വേദനകളും സഹിച്ചു. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്തെന്നറിയാമോ? ഇന്ന് ഫേസ്ബുക്കിൽ എനിക്കൊരു പോസ്റ്റ് ഞാൻ കാണാനിടയായി. അത് എഴുതിയ വ്യക്തിയുടെ പേര് ഈ പോസ്റ്റിന് താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു ജയരാജ് മിത്ര എന്ന് പറയുന്ന ആളാണ് ഈ പോസ്റ്റ് എഴുതിയിട്ടുള്ളത്. ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, ആകസ്മികമായാണോ ഇനി അതല്ല ഈ ഒരു വിഷയം സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ഭഗവാനെങ്കിലും തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല, ഈ വിഷയം എന്റെ കണ്ണിൽപ്പെട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ പറയുന്നത്
പറയുന്നത് ഈ ആൽമരങ്ങളെ നശിപ്പിക്കാൻ ഈ കൂട്ടർ ഇറങ്ങിയിരിക്കുന്നു എന്ന കൃത്യമായി തെളിവ് സഹിതം ഒരുപാട് ക്ഷേത്രങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. അത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടല്ലോ, ആ ക്ഷേത്രങ്ങളുടെ ആൽമരങ്ങളും അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൽമരങ്ങൾ, ഈ ആൽമരങ്ങളൊക്കെ ക്ഷേത്ര വളപ്പുമായി ബന്ധപ്പെട്ടാണ്, അതല്ലെങ്കിൽ ഹിന്ദുസിന്റെ മാത്രം അവകാശപ്പെട്ടതാണ്, ഹൈന്ദവ സംസ്കാരത്തിൽ ആ കമ്മ്യൂണിറ്റിയിൽ മാത്രം ഉൾപ്പെട്ടതാണ് എന്ന വികലമായിട്ടുള്ള മദ്രസ പൊട്ടൻ ബുദ്ധി കൊണ്ടാണ് ഇവർ ഇത് നശിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ കണ്ണോടിച്ച് ഈ മരങ്ങളുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഇതാ പറയുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എങ്ങനെയെന്ന് അറിയാമോ? പ്രകൃതി സംരക്ഷകർ ശ്രദ്ധിച്ചുവോ ആവോ, ആൽമരങ്ങൾ നശിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. വടക്കുന്നാഥനിൽ ആൽമരങ്ങൾ ദ്രവിച്ചു വീഴുന്നു, ദ്രവിച്ചവ മുറിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കൂ, വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആൽമരം ദ്രവിക്കുന്നുണ്ട്, ദ്രവിച്ചവ മറിഞ്ഞു വീഴുന്നു എന്നുള്ളതൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിൽ ഉമ്മറത്ത് നിൽക്കുന്ന പടുകൂറ്റൻ ആൽ കടപുഴകി വീണിരിക്കുന്നു. നൂറ്റാണ്ടുകൾ നിൽക്കേണ്ടതായ ഒരു മരം ഇങ്ങനെ ദ്രവിക്കണമെങ്കിൽ രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഒന്ന്, ആലിനെ മാത്രം ബാധിക്കുന്ന എന്തോ രോഗമുണ്ടായിട്ടുണ്ട്. അതായത് ആൽ തന്റെ വിത്തിനുള്ളിലെ പാരമ്പര്യത്തിൻ്റെതായ അറിവിൽ ഇനി മുതൽ ഈ രോഗത്തിന്റെ ഓർമ്മയും ഈ രോഗത്തിൽ നിന്നും തന്റെ വംശത്തെ രക്ഷിക്കാനുള്ള വ്യഗ്രത പൂണ്ട അറിവും കൂടി കൊണ്ട് നടക്കേണ്ടതുണ്ട്. ആൽമരം രണ്ട് രീതിയിലാണ് നശിക്കുക എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒന്ന്, കൃത്യമായിട്ടും ഇത് നശിച്ച് കാണേണ്ട ഒരു കൂട്ടരുണ്ട്. ആ ഒരു കൂട്ടർക്ക് ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വൃക്ഷമാണ് എന്ന ആ തെറ്റായ മദ്രസ ബുദ്ധി കൊണ്ട് അത് നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, സ്വയമേവ മരങ്ങൾക്ക് വരുന്ന അസുഖം കൊണ്ട് പോകുന്നു എന്ന് പറയുന്നു. ഇനി പറയുന്നു, ആൽനാശത്തിന്റെ രണ്ടാമത്തെ കാരണം ഇത് മനുഷ്യ നിർമ്മിതമായ നശീകരണമാകാം എന്നതാണ്. അങ്ങനെ ചിന്തിക്കാൻ കാരണം പൊതുവെ മനുഷ്യർ ആദ്യം നെഗറ്റീവായി ചിന്തിക്കുന്നു എന്നതിന്റെ ഭാഗമായി ഞാനും നെഗറ്റീവായി ചിന്തിച്ചു. ഈ ആൽ വീഴാൻ കാരണം ഏതോ തെമ്മാടിയാണെന്ന് കരുതുന്നു എന്നത് തന്നെയാണ്. അതായത് ആലിനെ ഇഷ്ടമില്ലാത്ത ആരോ നേരിട്ടോ പറഞ്ഞേൽപ്പിച്ചോ ആലുകളെ നശിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. ഞാൻ ഈ ആൽവീഴ്ചകൾ കോഴിക്കോട്ടെ കണ്ണനുമായി, ഇദ്ദേഹം ഈ ജയരാജ് മിത്ര എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തായിരിക്കാം, കണ്ണനുമായി സംസാരിച്ചപ്പോൾ കണ്ണനും പറയുന്നു, കോഴിക്കോട് 4 സ്ഥലങ്ങളിലെ ആൽനാശങ്ങളെ കുറിച്ച്. ഒരിടത്ത് മറിഞ്ഞു വീണ ആൽ നിന്നിരുന്ന അതേയിടത്ത് പുതിയ ആലിൻ തൈ നട്ടപ്പോൾ രാത്രിക്ക് രാത്രി അത് പറിച്ചു മാറ്റപ്പെട്ടത്രേ. വീണ്ടും നട്ടപ്പോൾ ഇത് തന്നെ സംഭവിച്ചു. നോക്കൂ, ഇവിടെയാണ് ഈ സംശയം ഉറപ്പിക്കേണ്ടത്. മാത്രമല്ല എന്റെ അനുഭവ ഭേദ്യത്തിൽ തന്നെ പറയേണ്ടതുണ്ട്. കാരണം എന്റെ സുഹൃത്തിന്റെ കാവ്, ആ കാവിലുള്ള ആൽമരം നശിപ്പിച്ചത് എങ്ങനെയെന്ന് എനിക്ക് വ്യക്തമായിട്ടും അറിയാം. പിന്നെ കേസും കൂട്ടും ഇതിന്റെ പിറകെ നടക്കാൻ പറ്റാത്തത് കൊണ്ട്, പിന്നെ ഹിന്ദു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഗീയതയും, പിന്നെയോ ഞമ്മന്റെ ആളുകൾ പറഞ്ഞാൽ അതൊക്കെ മതേതരവുമായി നിൽക്കുന്ന, തന്റെ വസ്ത്രത്തിലായാലും തന്റെ വേഷത്തിലായാലും തന്റെ ഭാഷയിലായാലും തന്റെ ഭക്ഷണത്തിലായാലും എന്തിനേറെ തന്റെ സെക്സിൽ പോലും മതം കലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടർ എന്ത് ചെയ്താലും അത് മതേതരം, മറ്റു കൂട്ടർ ആര് ചെയ്താലും, ഹിന്ദുസും ക്രിസ്ത്യൻസും ചെയ്താലോ അതെന്താണ് വർഗീയതയായിട്ടുള്ള. ഈ നാട്ടിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന ഭയം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അതിനെ കൊണ്ട് കാര്യമില്ല എന്ന് അറിയുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹം കേസിന് പോയില്ല. ഇത് കൃത്യമായിട്ടും, അതായത് ഒരു ആൽമരം നശിക്കുന്നു, അതല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുന്നു, ആ നശിപ്പിക്കപ്പെട്ട സ്ഥലത്ത് മറ്റൊരു ആൽമരത്തിന്റെ തൈ നടുന്നു, ഈ തൈ നടുന്നതോടുകൂടി രാത്രിക്ക് രാത്രി ആ തൈയും നശിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് നശിച്ച് കാണേണ്ട ഒരു കൂട്ടർ, ഞാൻ ഇവിടെ പറയുന്നത് ഒരു കൂട്ടർ മാത്രമല്ല, 2 കൂട്ടരുണ്ട്. അതിലൊരു കൂട്ടരാണ് ഞമ്മന്റെ സമാധാനക്കാർ. രണ്ടാമത്തെ കൂട്ടരാരാ? രണ്ടാമത്തെ കൂട്ടരാണ് ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞമ്മളിലില്ല മുസ്ലിം രക്തം എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പള്ളികൾ തോറും കയറി ഇറങ്ങി അവന്റെ നിസ്കാരമായാലും അവന്റെ ആചാരങ്ങൾ നടത്തുന്ന ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടരുടെ പേരാണ് സഖാക്കൾ എന്നുള്ളത്. ഈ 2 കൂട്ടർക്കാണ് ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നശിച്ച് കാണേണ്ടതുണ്ട്, അന്യമതസ്ഥരെ നശിപ്പിച്ച് കാണേണ്ടതുണ്ട്. പിന്നെയോ ആൽമരം പോലെയുള്ള ഇത്തരത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ആൽമരം ക്ഷേത്രത്തിന്റെ മാത്രം മരമാണ്, ഹിന്ദുവിന്റെ മരമാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രദാനം നൽകുന്ന നമ്മുടെ ഈ സമൂഹത്തിനായിക്കോട്ടെ, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ആ ഒരു അത്ര വലിയ കർമ്മം നിർവഹിക്കുന്ന ഈ മരങ്ങളെ ശത്രുവായി കാണണമെന്നുണ്ടെങ്കിൽ, ഈ 2 കൂട്ടർ അത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതായത് ആൽ വേണ്ട എന്നാരോ അണിയറയിൽ തീരുമാനിക്കുന്നുണ്ട്. പത്തനംതിട്ടയിലെ ഗുരുക്കളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പങ്കുവെക്കുന്ന വിവരം ഇങ്ങനെ തന്നെയാണ്. യാത്രകളിൽ കാണുന്ന ക്ഷേത്രങ്ങളിലും ക്രിയാപദ്ധതിയുടെ ഭാഗമായി സന്ദർശിക്കുന്ന ക്ഷേത്രങ്ങളിലുമൊക്കെ ഈ ആൽ ദ്രവിച്ചു വീഴൽ ഒരു സാധാരണ കാഴ്ചയായിരിക്കുന്നു എന്നാണ് ഗുരുക്കളും പറയുന്നത്. അതായത് ഈ പോസ്റ്റ് എഴുതിയിട്ടുള്ള ജയരാജ് മിത്ര, അദ്ദേഹത്തിന്റെ ഒരു ഗുരുക്കൾ എന്ന് വിളിക്കുന്ന ആ ഒരു മഹാമനസ്കർ, അതല്ലെങ്കിൽ ആ മഹാവ്യക്തി, അദ്ദേഹം യാത്രകൾ ചെയ്യുമ്പോൾ ക്ഷേത്രങ്ങളിലെ ആൽമരങ്ങൾ നശിച്ചു കാണുന്നു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനിയോ
രമേഷ് കോരപ്പത്തുമായി ഇതേ വിഷയം ഞാൻ സംസാരിച്ചതിന്റെ രത്ന ചുരുക്കം ഇപ്രകാരം: ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, വൃക്ഷാരാധന, നാഗാരാധന, പ്രേതാരാധന, വീരാരാധന എന്നിങ്ങനെയാണ് ആരാധനകൾ. ഭാരതത്തെയും ഈ സംസ്കാരത്തെയും ഇഷ്ടമില്ലാത്തവർ സ്വാഭാവികമായും സംസ്കാരത്തിന്റെ ഈ അടിസ്ഥാന ശിലകൾ തകർക്കാൻ ശ്രമിക്കും. പാമ്പിൻ കാവ് അന്ധവിശ്വാസം വളർത്തും എന്നും പറഞ്ഞ് അവയെ പണ്ടേ തകർത്തെറിയാൻ നമ്മുടെ നാട്ടിൽ നടത്തിയ ശ്രമങ്ങൾ നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്ത് ധാരാളം കണ്ടതാണല്ലോ. ഒടുവിൽ സങ്കടം സഹിക്കാതെ സുഗതകുമാരി ടീച്ചർ കാവി തീണ്ടല്ലേ കുളം പറ്റും എന്ന് പറഞ്ഞ് ലേഖനം എഴുതിയപ്പോൾ അവരെ വിളിക്കാത്ത ചീത്തയില്ലായിരുന്നു. മരവും മലയും എല്ലാം എത്രമാത്രം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് മാധവ് ഗാഡ്ഗിൽ ശാസ്ത്രീയമായി തന്നെ പറഞ്ഞപ്പോഴും ഈ വെട്ടുകിളിക്കൂട്ടം അദ്ദേഹത്തിന് നേരെ പോർവിളി മുഴക്കി. വികസന വിരോധി എന്ന ചളി വാരി എറിഞ്ഞായിരുന്നു ചീത്തവിളി. അതായത് വൃക്ഷാരാധനയെ എതിർക്കേണ്ടത് ഈ നാട് നശിപ്പിക്കാൻ അത്യാവശ്യമാണെന്ന് അറിയുന്ന ഏറെ ആൾക്കാർ എന്നും ഉണ്ട് എന്നർത്ഥം. ഞാൻ ചോദിച്ചു, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? രമേഷ് തുടർന്നു. അതായത് ഇവരെഴുതിയ ആ ഒരു സംസാരത്തിന്റെ ശകലമാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. രമേഷ് തുടർന്നു: ഒരു യുക്തിവാദിയായിരുന്ന നീ അതിലെ നിരർത്ഥകത ബോധ്യപ്പെട്ട് തറവാട്ടിൽ ഒരു പാമ്പിൻ കാവ് സ്ഥാപിച്ചില്ലേ? മറ്റൊരു ദൈവനിഷേധിയായിരുന്ന ഞാനും പാമ്പന്മാരെ പ്രതിഷ്ഠിച്ച് അവർക്കായി സ്ഥലം നീക്കിയിരിപ്പ് നടത്തി. ഇത് നമ്മൾ ഓരോ തറവാട്ടിലും ചെയ്യണം. പ്രതിഷ്ഠ നടത്തിയാലും ഇല്ലെങ്കിലും കുറച്ച് സ്ഥലം പിതൃക്കൾക്കും നാഗങ്ങൾക്കുമായി മാറ്റിവെക്കണം. പ്രതിഷ്ഠ കൂടി ഉള്ളതാണ് നല്ലത്. വരും തലമുറയ്ക്കും ഇത് കിട്ടിയ കാശിന് വാങ്ങി മരം മുറിക്കാൻ ആർത്തിമൂത്ത് വരുന്നവർക്കും ഒന്ന് കൈവിറക്കാൻ പ്രതിഷ്ഠ നല്ലത്. ഇത് പ്രതിഷ്ഠ കൂടി വെച്ചു കഴിഞ്ഞാൽ ഈ മരം മുറിക്കില്ല എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. രമേഷ് തുടരുകയാണ്: ക്ഷേത്ര മൈതാനത്തെല്ലാം ആലിൻ തൈകൾ നട്ടുപിടിപ്പിച്ച് തറ കെട്ടിക്കൊടുക്കണം. പലതരത്തിലുള്ള ആലിന്റെ പ്രതിഷ്ഠാ സമയത്ത് തന്നെ മൂർത്തിയോട് പറയണം, ഈ ആലിന്റെ നാശം ആഗ്രഹിച്ച് വരുന്നവർ ആരായിരുന്നാലും അവരെ ഈ മണ്ണിന്റെ ഭാഷയിൽ കൈകാര്യം ചെയ്യണമെന്ന്. എനിക്ക് വേട് താഴോട്ട് വിടർത്തി സഹസ്ര ദലപത്മം മേലോട്ടും പടർത്തി നിൽക്കുന്ന പേരാലുകളെല്ലാം ഗാഠജപത്തിൽ ഉറച്ചിരിക്കുന്ന താപസരാണെന്ന് തോന്നി. മറ്റു പല മരങ്ങളും വെള്ളം അന്വേഷിച്ച് വേരുകളെ അയക്കുമ്പോൾ ആൽമരം വെള്ളത്തെ അന്വേഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, കണ്ടെത്തിയ ഉറവകളെ വിളിച്ച് കൊണ്ടുവന്ന് തന്റെ സമീപത്ത് ശേഖരിച്ച് വെക്കുക കൂടി ചെയ്യും. അതാണ് നിറയെ ആൽമരങ്ങൾ നിൽക്കുന്നതിനടുത്ത് ക്ഷേത്രക്കുളങ്ങൾ ഏത് വേനലിലും പറ്റാതെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ നിർമ്മലാനന്ദ സ്വാമിയെ ഓർമ്മ വന്നു. കാവു തീണ്ടല്ലേ കുളം പറ്റും എന്നതിന്റെ പൊരുൾ തെളിഞ്ഞു വന്നു. ശരിയായിരിക്കാം, നന്മയുടെ ഉറവുകളെല്ലാം കരിക്കണം എന്ന ആഗ്രഹമുള്ളവർ ആദ്യം മറിച്ചു വീഴ്ത്തുക ആലുകളെ തന്നെയായിരിക്കും. രമേഷ് തേജസ് മുറ്റി നിന്നൊരു വാചകം കൂടി പറഞ്ഞു. രമേഷ് പിന്നെയും പറയുകയാണ്: ഇന്ന മതസ്ഥർക്ക് കൂടുതൽ ഓക്സിജൻ കൊടുക്കാമെന്നോ ഈ മതക്കാരെ കൂടുതൽ സംരക്ഷിക്കാമെന്നോ പ്രകൃതി തീരുമാനിച്ചിട്ടില്ല. തന്റെ നേരെ നീട്ടിയ കോടാലിക്ക് പ്രകൃതിയുടെ മറുപടി കോടാലി തന്നെയാണ്. നശിപ്പിക്കാൻ ഇറങ്ങിയവരെല്ലാം സ്വന്തം പ്രവർത്തിയാൽ നശിച്ചൊടുങ്ങുന്നത് നമ്മൾ കാണും. ജയരാജ് മിത്രയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഫേസ്ബുക്ക് പോസ്റ്റ് ആണോ ഇനി വേറെ വല്ല ആർട്ടിക്കിളും ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് വ്യക്തതയില്ല. ഇനി ഞാൻ ഫേസ്ബുക്കിൽ നിന്നാണ് ഇത് കണ്ടത്. എന്തായാലും ഈ ആൽമരങ്ങളോട് പോലും വർഗീയത പുലർത്തി ജീവിക്കുന്ന വിഭാഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് എന്റെ ജീവിതത്തിൽ തന്നെ ഞാനത് കണ്ടറിഞ്ഞതാണ്. അപ്പോൾ ഞാൻ ആകസ്മികമായി കണ്ട ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുകയാണ്. കാര്യങ്ങൾ പറയുന്ന, സത്യങ്ങൾ പറയുന്ന, യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നവരെ വർഗീയവാദികൾ എന്ന് വിളിക്കുന്നവർ അവന്റെ ഭാഷയിലും അവന്റെ ശരീരത്തിലും അവന്റെ ഭക്ഷണത്തിലും അവന്റെ വസ്ത്രത്തിലും എല്ലാത്തിലും അവന്റെ ശരീരത്തിലെ മീശയിലും താടിയിലും വരെ മതം നിറച്ചുകൊണ്ട്, വസ്ത്രം ധരിക്കുന്നതിൽ വരെ മതം നിറച്ചുകൊണ്ട് മതോന്മത്തനായി ഭ്രാന്തനായി വർഗീയവാദിയായി വിലസുന്ന ഈ നാട്ടിൽ അവന് സ്വയം ഇടുന്ന പേരാണ് ഞാൻ മതേതരനാണ് എന്നുള്ളത്. എന്നാലോ ഇതെല്ലാം പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന മമ്മദ്മാർ നമ്മളെ വിളിക്കുന്ന പേരെന്താണ്? വർഗീയവാദി എന്നുള്ളത്. അത് നിങ്ങൾ വിളിച്ചുകൊള്ളൂ. അത് നമ്മൾക്കുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ്. നിന്റെ ഒന്നും വീട്ടിൽ നിന്നല്ല എനിക്കുള്ള ചെലവ്. പറയാനുള്ളത് പച്ചയ്ക്ക് പറയാനുള്ള ആളുകൾ ഇനിയും ഈ നാട്ടിൽ ജന്മം എടുക്കുക തന്നെ ചെയ്യും. ഇത് ഭാരതമാണ്, ഇത് ദേവഭൂമിയാണ്. ഈ ദേവഭൂമിയിലെ ആൽമരങ്ങൾ എന്നുള്ളത് ഭഗവത് സൃഷ്ടികൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രദാനം നൽകുന്ന ഈ ആൽമരങ്ങൾ നശിച്ചു കാണേണ്ടത് രണ്ട് വിഭാഗങ്ങളാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ക്ഷമിക്കണേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൽമരങ്ങളുടെ ആ ചുവട്ടിലേക്ക്, അതല്ലെങ്കിൽ ആ ആൽമരങ്ങളിലേക്ക് നമ്മുടെ ഒരു ശ്രദ്ധ ഇനിയെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ നിമിഷത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.